ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് ഇന്നലെ കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ നോക്കാൻ നേരത്തെ ഓയിൽ ക്ലോസ് ടു 10% കയറിയിട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റാർട്ടിങ്ങിൽ 14,500 പോയിന്റ് ഗ്യാപ് ഡൗൺ ചെയ്തിട്ട് പോലും മാർക്കറ്റ് തിരിച്ചു കയറാൻ കാര്യം സിമ്പിളാണ്. ഇന്നലെ നമ്മൾ US മാർക്കറ്റ് നോക്കിയാലും ആദ്യം ഗ്യാപ് ഡൗൺ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നലെ US മാർക്കറ്റ് രാത്രി ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് കറന്റ് പ്രസന്റിൽ US ഫ്യൂച്ചേഴ്സ് ട്രെൻഡിലാണ്. അതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഓയിൽ സംതിങ് അറൌണ്ട് 3% ഡൗൺ ആണ്. റീസൺ വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം, അമേരിക്കയുടെ ഇറാൻ പോർട്ടിലുള്ള ബ്ലോക്കേഡ് ഒന്നും ഒരു പരിധി കൂടെ ഒന്നും നടക്കത്തില്ല. കാര്യം അതൊരു പ്രഷർ ടാക്ടിക്സ് മാത്രമാണ്. എൻ്റെ ഒരു വിലയിരുത്തലാണ് ഞാൻ പറയുന്നത്. ഐ മേ ബി റോങ് ഓൾസോ. ദാറ്റ് മീൻസ് ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും ഇറാനും US-ഉം അടുത്ത നെഗോസിയേഷൻ പോകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അതിന് മുമ്പുള്ള ചെറിയൊരു എന്താ പറയേണ്ടത് ഒരു ടൈം സ്പേസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നലെ കണ്ട അമേരിക്കയുടെ ആ ബ്ലോക്കേഡും കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഇക്വിറ്റീസ് താഴെ പോകാത്ത കാര്യം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂസിനെ അല്ല ട്രേഡ് ചെയ്യേണ്ടത്, ചാർട്ടിനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. ന്യൂസ് വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ചാർട്ടാണെങ്കിൽ ഇന്നലെ നോക്കൂ, ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി എല്ലാ ക്യാലും തിരിച്ചു കയറ്റമാണ് കാണിച്ചത്. കണ്ടിന്യൂസ് കയറ്റമായിരുന്നു കാണിച്ചിരുന്നത്. ഇന്നത്തെ ചാർട്ട് എടുത്ത് നോക്കൂ, 15 മിനിറ്റ്സിൽ ചാർട്ടിനെ മനസ്സിലാക്കുക, ചാർട്ട് പറഞ്ഞു തരുന്ന റീഡിങ് മനസ്സിലാക്കുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ അതിൻ്റെ അകത്താണ് ഫോക്കസ് ചെയ്യേണ്ടത്. ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രവണതയാണ്. ശരിക്കും ചാർട്ടിനെ ഫോക്കസ് ചെയ്യും, അവിടെയാണ് നമ്മുടെ സക്സസ് കിടക്കുന്നത്.